ഓണക്കോടി ഉടുത്ത് സദ്യയുണ്ട്, നല്ല കാലം സ്വപ്നം കണ്ട് നമുക്കോർക്കാൻ ഒരോണം കൂടി. നാടെങ്ങും ആഘോഷം, ശബരിമലയിലും ഗുരുവായൂരിലും ഭക്തരുടെ തിരക്ക്. മഹാബലിയെ വരവേറ്റ് തൃക്കാക്കരയിൽ പ്രത്യേക ചടങ്ങുകൾ. മലയാളത്തിൽ ആശംസകൾ നേർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പതിവ് തെറ്റിച്ചില്ല. ഓണനാളുകളിലെ മദ്യവിൽപ്പനയിൽ ഇക്കുറിയും റെക്കോർഡ്. 12 ദിവസം കൊണ്ട് വിറ്റത് 826.38 കോടിയുടെ മദ്യം. വിൽപ്പന കൂടുതൽ. കരുനാഗപ്പള്ളിയിൽ 6 ഔട്ട്ലെറ്റുകളിൽ 1 കോടിക്ക് മുകളിൽ വിൽപ്പന. മതമൈത്രിയുടെ നേർക്കാഴ്ചയായി തിരുവോണത്തിനൊപ്പം കേരളത്തിൽ നബിദിനാഘോഷവും. പൂക്കളമിട്ട് വീടുകളിലെത്തി ഓണാശംസ നേർന്ന് നബിദിന റാലികൾ. ഉസ്താദുമാർക്ക് ഓണക്കോടി സമ്മാനിച്ച് കൊളത്തൂർ കുന്നത്ത് തറവാട്ടിലെ സുനിൽകുമാറും കുടുംബവും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ വെളിപ്പെടുത്തലുകളിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം മുന്നോട്ട്. ഇതുവരെ 5 പേരുടെ മൊഴി രേഖപ്പെടുത്തി. പരസ്യ വെളിപ്പെടുത്തൽ നടത്തിയവരുടെ മൊഴിയെടുക്കൽ അടുത്ത ആഴ്ച ഉണ്ടാവും. ഗർഭചിത്രം നടത്തിയവരെയും സംഘം ഉടൻ കാണും. തിരുവോണനാളിലും പോലീസിനെ വിടാതെ കുന്നംകുളം സ്റ്റേഷനിലെ ഏമാന്മാരുടെ 3ാം മുറ വിവാദം. കേരള പോലീസ് FB പേജിലെ ഓണാശംസയ്ക്ക് താഴെ വിമർശന പെരുമഴ. കാക്കിക്കുള്ളിലെ ഗുണ്ടകൾക്ക് ആശംസയില്ലെന്ന് കമന്റുകൾ. പോലീസ് മർദ്ദിച്ച യൂത്ത് കോൺഗ്രസ് നേതാവ് സുജിത്തിന്റെ വീട് ഉച്ചകഴിഞ്ഞ് VD സതീശൻ സന്ദർശിക്കും. ബീഹാറിലെ പോലെ കേരളത്തിലും SIR നടപ്പിലാക്കണമെന്ന ആവശ്യം. സുപ്രീം കോടതിയെ സമീപിച്ച് BJP നേതാവായ അഡ്വക്കേറ്റ് അശ്വിനി കുമാർ ഉപാധ്യായ. 2026 തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ SIR കമ്മീഷനോട് നിർദ്ദേശിക്കണമെന്ന് ഹർജി. തീരുവ കാട്ടി പേടിപ്പിക്കുന്ന ട്രംപിനെ ചെറുക്കാൻ യൂറോപ്പുമായി ഇന്ത്യ ബന്ധം ശക്തമാക്കുന്നു. യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായി പ്രധാനമന്ത്രി സംസാരിച്ചു. ഇന്ത്യ യൂറോപ്പ് വ്യാപാര കരാറിന് ധാരണ. മിഡിൽ ഈസ്റ്റിലൂടെയുള്ള സാമ്പത്തിക ഇടനാഴി ഉടൻ തുറക്കും.